വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെയുള്ള ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധങ്ങൾക്ക് കൂടി ഇന്ന് തുടക്കമാവുകയാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബംഗളൂരുവിലെ ഫ്രീഡം പാർക്കിലാണ് പ്രതിഷേധം. രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിനെതിരെ BJP നേതാക്കൾ രംഗത്തെത്തി. അതേസമയം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഇന്നും പ്രതിപക്ഷം ഉന്നയിക്കും. സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സജു, രാഹുൽ ഗാന്ധി ഇന്നലെ തെളിവുകൾ സഹിതം പുറത്തുവിട്ട കണക്കുകൾ അത് രാജ്യത്തെ ഒന്നാകെ ഞെട്ടലിലാക്കിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിനെ ചുറ്റിപ്പറ്റി കൂടുതൽ അന്വേഷണം വേണമെന്ന് പറയുന്നു. അതിൽ ഏറ്റവും നിർണായകമായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൊക്കെ നിഷേധിക്കുകയും പകരം രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകണമെന്നൊരു ആവശ്യം ഉന്നയിക്കുകയുമാണ് ചെയ്തത്. പക്ഷേ എന്തായാലും ഇതൊരു വലിയ പ്രശ്നമായി തന്നെ എടുത്ത് അതിനെതിരെ പോരാടാനുള്ള ഒരു ശ്രമമാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇന്ന് നടക്കുന്ന പരിപാടികളുടെ വിശദാംശങ്ങൾ എന്തൊക്കെ, വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഈ വിഷയം ഇന്ത്യ സഖ്യം ഉയർത്തിക്കൊണ്ടുപോവുക? ജിൽസി, എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടക്കമാവുക. അതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ പ്രതിഷേധ റാലിയാണ് ഇന്നിപ്പോൾ ബംഗളൂരുവിൽ നടക്കാൻ പോകുന്നത്. രാവിലെ 10 കൂടിയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ ഈ റാലിയിൽ പങ്കെടുക്കുക. ഫ്രീഡം പാർക്കിൽ നിന്നും ആരംഭിക്കുന്ന റാലി എന്തായാലും കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കാണ് ഈ ഒരു പ്രതിഷേധ മാർച്ച് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. 1 ലക്ഷത്തിലധികം കോൺഗ്രസ് പ്രവർത്തകർ ഈ റാലിയിൽ പങ്കെടുക്കുമെന്നാണ് ഇന്നലെ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ആരോപണങ്ങളാണ് ഇന്നലെ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തോടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ രാജ്യമൊട്ടാകെ രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് 1 ലക്ഷത്തിലധികം വോട്ടുകളാണ് വിവിധ സ്ഥലങ്ങളിലായിട്ട് ഇത്തരത്തിൽ വ്യാജ വോട്ടർ ഐഡിയിലൂടെയും അതുപോലെ തന്നെ വ്യാജ കാർഡിലൂടെയും അത്തരത്തിൽ ഈ വോട്ടർ പട്ടികയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആരോപണങ്ങൾ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചപ്പോൾ അതൊക്കെ ഒരു തള്ളുന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ആദ്യം ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ വിഷയങ്ങളിലൊക്കെയും രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുന്ന ഒരു നിലപാടാണ് BJPയുടെ ഭാഗത്ത് നേരത്തെ നമ്മൾ കണ്ടത്. പക്ഷേ ഇന്നലെ രാഹുൽ ഗാന്ധി കൃത്യമായ കണക്കുകൾ നിരത്തി കൃത്യമായ അപഗ്രഥിച്ച് 6 മാസത്തെ പഠനത്തിന് ശേഷമാണ് ഇത്തരമൊരു വാർത്ത രാഹുൽ ഗാന്ധി ഇന്നലെ ഇന്ത്യയോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് നീങ്ങാൻ തന്നെയാണ് കോൺഗ്രസ് നീക്കം. എന്തായാലും ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ വിവിധ ഹർജികൾ നിലനിൽക്കുന്നുണ്ട്. അതിന് സമാനമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ഒരു ഹർജിയുമായിട്ടും കോൺഗ്രസ് നീങ്ങാൻ തന്നെയാണ് സാധ്യത. എന്തായാലും നിയമവിദഗ്ധനുമായിട്ടേക്ക് കോൺഗ്രസ് ഇക്കാര്യം ആലോചിക്കുകയാണ്. അത് വരുന്ന ദിവസങ്ങളിൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് തന്നെ എന്തായാലും കോൺഗ്രസ് നീങ്ങുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് ഔദ്യോഗികമായിട്ടാണ് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ഒരു അത്താഴ വിരുന്നൊക്കെയും ചേരുന്നു. അതിൽ വിവിധ പാർട്ടികളുടെ നേതാക്കന്മാരെ രാഹുൽ ഗാന്ധി ഇക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ പിന്തുണ രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയത്തിൽ ഉറപ്പിക്കാനായിട്ടുണ്ട്. എന്തായാലും ഇത് പാർലമെന്റിലടക്കം വലിയ ചർച്ചാ വിഷയമായി മാറാൻ തന്നെയാണ് സാധ്യത. ഇന്നിപ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് വിവിധ സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ ഇന്ന് ആദ്യമായി തുടങ്ങുന്ന ഒരു പ്രശ്നത്തിന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഒന്ന് വ്യാപിക്കാൻ തന്നെയാണ് സാഹചര്യം ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് തുടക്കമിടാൻ പോകുന്നത്. എന്തായാലും ഇന്ത്യ സഖ്യം ഈ വിഷയം ഏറ്റെടുത്തോടു കൂടി തന്നെ പ്രത്യേകിച്ച് ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട TMC അടക്കമുള്ള പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. രാജ്യത്തെ വോട്ടർ പട്ടികയിൽ തിരിമറി നടത്തിക്കൊണ്ട് BJPയെ സഹായിക്കാൻ വേണ്ടിയാണ് കമ്മീഷൻ മുൻപോട്ട് പോകുന്നത്. ഇത് അവസാനിപ്പിക്കണമെന്നും BJPയുടെ വോട്ട് കച്ചവടം അവസാനിപ്പിക്കണമെന്നും കല്യാൺ ബാനർജി അടക്കമുള്ളവർ ഇന്നലെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് ഇന്നിപ്പോൾ തുടക്കമാകുന്നത്. രാവിലെ 10 കൂടിയാണ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കർണാടക മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ പ്രതിഷേധ റാലിയിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള റാലികൾ തന്നെ അല്ലെങ്കിൽ വലിയ പ്രതിഷേധവുമായിട്ട് മുൻപോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ജിൽസി, എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും ഒക്കെ ഭാഗത്ത് വരും ദിവസങ്ങളിലുണ്ടാകും. വോട്ടർ പട്ടിക ക്രമക്കേടുമായി ഒരു കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ലഭിക്കണം. മാത്രമല്ല ഒരുപക്ഷെ നിയമ പോരാട്ടത്തിന് വരെ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് സജു തോമസ് നൽകിയത്.